ദൈവകരുണയുടെ ഒഴുക്ക് മനുഷ്യ സമൂഹത്തിലേക്ക് ധാരാളമായി അനുഭവപ്പെടുന്ന നാളുകൾ ആണല്ലോ ഈ നൊയമ്പിൻ്റെ കാലഘട്ടം. ദൈവത്തിൽ നിന്ന് അകന്ന സ്വാർത്ഥതയിൽ ജീവിക്കുന്ന മനുഷ്യനെ ദൈവോന്മുഖമായി ആകർഷിക്കുവാനും ആ വഴിയിൽ വളർത്തുവാനും ശക്തരാക്കുവാനും ദൈവവചനം പഠിക്കുന്നത് വളരെയധികം സഹായമായി നാം മനസ്സിലാക്കുന്നു. ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്ത് ദൈവവിഷയമായി സമ്പന്നരാകുവാനും ദൈവോന്മുഖമായി കൂടുതൽ വളരുവാനും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 32-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വേദപുസ്തകം നമ്മളെ പല വിധത്തിലുള്ള ഭാഗ്യവാന്മാരെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്ന ആ അനുഭവം. ലംഘനം ക്ഷമിക്കും, പക്ഷേ പാപം മറയ്ക്കപ്പെടുവാൻ വളരെയധികം പ്രയാസമാണ്. മനുഷ്യൻ ഈ പാപം മറയ്ക്കുന്നില്ല. നമുക്കൊരു ആഴത്തിലൊരു മുറിവുണ്ടായാൽ മുറിവ് കരിയും, പക്ഷേ വർഷങ്ങളോളം അതിൻ്റെ പാട് ശരീരത്തിൽ അവശേഷിക്കുന്ന കാലത്തൊക്കെയും ആ മുറിവിനെ കാണുമ്പോൾ, ആ പാട് കാണുമ്പോൾ മുറിവിനെക്കുറിച്ച് നാം ഓർത്തു പോകാറുണ്ട്. അതുപോലെ മനുഷ്യ ജീവിതത്തിൽ പാപങ്ങളെ മറയ്ക്കുവാനോ മറ്റൊരു വ്യക്തിക്ക് വളരെ പ്രയാസമാണ്. വീണ്ടും വീണ്ടും അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവസരങ്ങൾ അനുസരിച്ച് മറ്റുള്ളവരുടെ പാപങ്ങളെക്കുറിച്ച് ഓർക്കുകയും വിചിന്തനം ചെയ്യുന്ന സ്വഭാവമാണ് മനുഷ്യനുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവം പാപം മറച്ചാൽ അത് മറച്ചത് തന്നെയാണ്. വീണ്ടും കുറച്ചുകൂടെ 2-ാം വാക്യത്തിൽ വ്യക്തമാക്കുകയാണ്, യഹോവ അകൃത്യം കണക്കിടാതെ ഇരിക്കുന്നു. ആ ഭാഗ്യാവസ്ഥ. അകൃത്യം ചെയ്യാത്ത മനുഷ്യരാരുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. ആ കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ല. എന്നാൽ മനുഷ്യൻ ഈ പാപത്തെ വീണ്ടും കണക്കിടുകയാണ്. ഈ കുറവുകളെ വീണ്ടും വീണ്ടും ഓർക്കുകയും പറയുകയും ചെയ്യുന്നവരാണ്. നമ്മുടെ ശരീരത്തിലൊരു മുറിവുണ്ടായാൽ മുറിവ് കരിയും, വീണ്ടും അതിന് ചികിത്സ ആവശ്യമില്ല. പക്ഷേ മുറിവിൻ്റെ പാട് നമ്മുടെ ആയുസ്സുള്ള കാലത്തോളം അവശേഷിച്ചെന്ന് വരും. ആ കാലമൊക്കെയും ഈ പാട് കാണുമ്പോൾ നാം മുറിവിനെക്കുറിച്ച് ഓർക്കുകയും അതിൻ്റെ വേദനയുടെ തീവ്രത പലപ്പോഴും നമ്മളെ അലട്ടുകയും ചെയ്യാറുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ പാപ സ്വഭാവം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തി ബന്ധങ്ങളിലൊക്കെയും നിഴലിച്ച് കാണുന്നത്. എന്നാൽ ദൈവവുമായുള്ള ബന്ധത്തിൽ യഹോവ അകൃത്യം കണക്കിടാത്ത അനുഭവം നമുക്ക് സാധ്യത തുറന്നു തരുന്നുണ്ട്. ദൈവവുമായുള്ള ബന്ധത്തിൽ ഈ അകൃത്യങ്ങളെ അവൻ കണക്കിടുന്നില്ല. അകൃത്യങ്ങളെ കണക്കിടുന്നില്ലെന്ന് മാത്രമല്ല, പാപത്തെ മറച്ചു തരികയാണ്. ഈ അകൃത്യങ്ങളെ കണക്കിടാത്ത അനുഭവം നമുക്ക് ലഭിക്കണമെങ്കിൽ ആത്മാവിൽ കപടമില്ലാത്ത അനുഭവം.
നിൻ്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്നുള്ള നിരന്തരമായ പ്രാർത്ഥന. ദൈവം തന്ന ആത്മാവ്, നേർവഴി കാണിച്ചു തരുന്ന ആത്മാവ്, മാനസാന്തരത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ആത്മാവ്, അത് ദൈവം നമ്മിൽ നിന്നും എടുത്തു കളയുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് ദാവീദ് മനസ്സിലാക്കി. അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കുക, നിൻ്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. ആത്മാവിൽ കപടമില്ലാതെയുള്ള ജീവിതം. നിർമ്മലമായ മനസ്സുള്ളവർക്ക് മാത്രമേ ആത്മാവിൽ കപടമില്ലാതെ ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ മുൻവിധികളെയൊക്കെയും മാറ്റി ദൈവം ഓരോരുത്തരെയും കാണുന്നത് പോലെ കാണുവാനുള്ള നമ്മുടെ കണ്ണിന് പ്രകാശം തന്ന് നമ്മളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ സാമൂഹിക ബന്ധങ്ങളെ ശക്തിപ്പെടുത്തി തരയണമേ എന്നുള്ള പ്രാർത്ഥന ഇന്ന് നമ്മുടെ അനുഭവമാകട്ടെ. നാം നമ്മുടെ കൂട്ടായ്മയിലായിരിക്കുന്നവർ, നമ്മുടെ സഹോദരർ, ഇവരെയൊക്കെയും കാണുന്നത് ഏത് കണ്ണോടെയാണ്? ആ പണ്ട് കാലത്ത് ചെയ്തിട്ടുള്ള അകൃത്യങ്ങളുടെ വെളിച്ചത്തിലോ? ദൈവം അകൃത്യങ്ങളെ കണക്കിടാത്തവനാണ്, പാപങ്ങളെ ക്ഷമിച്ചു കൊടുക്കുന്നവനാണ്. ക്ഷമിക്കുകയല്ല, മറയ്ക്കുന്നു. പിന്നെ പാപങ്ങളെ കാണുവാൻ മനുഷ്യന് സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ ആ ബന്ധം നമ്മൾ പുതുക്കുമ്പോൾ തമ്മിലുള്ള ബന്ധത്തിൽ മറ്റുള്ളവരുടെ പാപങ്ങളെ കാണുവാൻ നമുക്ക് കഴിയാതെ വരുന്നു. അവരിലുള്ള പുതുക്കത്തിൻ്റെ സാധ്യതയാണ് നമ്മൾ കാണുന്നത്. കാണാതെ പോയ ആടിനെ ഇടയൻ തോളിൽ കൊണ്ട് നടക്കുന്നത് പോലെ മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ സംരക്ഷണയിലാണ് എന്നുള്ള ആ കാഴ്ചപ്പാട് പുതിയൊരു അനുഭവമാകുന്നു. ദൈവത്തിൻ്റെ സംരക്ഷണയിലുള്ള ഒരു വ്യക്തിയെ മറ്റൊരാൾക്ക് ഭയപ്പെടുത്തുവാനോ വിമർശിക്കുവാനോ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, സങ്കീർത്തനത്തിൽ പറയുകയാണ് 6-ാം വാക്യത്തിൽ, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. പെരുവെള്ളത്തിൻ്റെ ശക്തി എന്താണെന്ന് കേരള ജനത അടുത്ത സമയത്ത് ശരിക്കും മനസ്സിലായി. ഒരു ജില്ലയിൽ സമാധാനത്തോടെ രാത്രി കിടന്നുറങ്ങുന്ന ആളുകൾ നേരം വെളുക്കുമ്പോൾ ശരീരം പല കഷണങ്ങളായി പെരുവെള്ളത്തിൻ്റെ പാച്ചിലിൽ മറ്റൊരു ജില്ലയിൽ പൊങ്ങി വരുന്ന കാഴ്ച. എത്ര നിസ്സഹായരാ മനുഷ്യരൊക്കെയും. എന്നാൽ ദൈവത്തിൻ്റെ സംരക്ഷണയിൽ ആക്കപ്പെട്ടിരിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൽ എന്തെല്ലാം വിമർശനങ്ങൾ, ആരോപണങ്ങൾ ഉണ്ടായാലും സുരക്ഷിതരായി കാണപ്പെടുന്നു. കാണാതെ പോയ ആട് ഇടയൻ്റെ തോളിൽ കയറിയിരുന്ന് സുരക്ഷിതനായിരിക്കുന്നത് പോലെ ദൈവകരങ്ങളിൽ ഒരു വിശ്വാസി തന്നെ പ്രതിഷ്ഠിക്കുമ്പോൾ, സമർപ്പിക്കുമ്പോൾ വിമർശനങ്ങളോ ഭീഷണികളോ ഒന്നും ഒരു വിശ്വാസിയെ ബാധിക്കുന്നില്ല എന്നുള്ളത് അനുഭവത്തിൽ കൂടെ നാം മനസ്സിലാക്കുന്ന സത്യമാണ്. വിമർശനങ്ങൾ ധാരാളമുണ്ട്. ദൈവം പാപം ക്ഷമിച്ചു, ദൈവം പാപം മറച്ചു. ഇന്നും അതിനെ കുത്തിപ്പൊക്കി ഒറ്റപ്പെടുത്തുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ആ സമൂഹത്തിൻ്റെ പ്രവണതകളെ മാറ്റി പുതിയൊരു ഹൃദയം നമുക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ആക്കുന്ന ഇടങ്ങളിൽ ദൈവം നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ പറയുവാനും ചെയ്യുവാനും മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ നമ്മെ താങ്ങി നടത്തണമേ. ഈ ലോകത്തിൽ
യേശുവിനോട് ചേർന്ന് യേശുവിൻ്റെ കരങ്ങളിലാണ് എന്നുള്ള ആ പൂർണ്ണ വിശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാനുള്ള ദൈവകൃപ നമുക്ക് അപേക്ഷിക്കാം.